ബദാമി. പേരിലുള്ള പ്രത്യേകത പോലെ തന്നെ നാം രുചിയോടെ കഴിക്കുന്ന ബദാം. ആ ബദാമിന്റെ ഇളം ചുവപ്പ് നിറത്തോടു കൂടിയ കല്ലുകളിൽ നിർമ്മിക്കപ്പെട്ട ഗുഹകളും കൊത്തുപണികളും. അതുകൊണ്ടാവാം ഈ നഗരത്തിന് ബദാമി എന്ന് പേര് വീണത്. മുൻകാലങ്ങളിൽ ബദാമി ചാലൂക്യ രാജവംശത്തിന്റെ തലസ്ഥാനമായ വാദാബി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 6-ാം നൂറ്റാണ്ടിനും 8-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കാണ് ചാലൂക്യ രാജവംശം കർണാടകത്തിൽ ഭരിച്ചത്. കർണാടക സംസ്ഥാനത്തിലെ വടക്ക് ഭാഗത്തുള്ള ബാഗൽകോട്ട് ഡിസ്ട്രിക്റ്റിലാണ് ബദാമി ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യനിർമ്മിതമായ അഗസ്ത്യ തടാകത്തിന് തീരത്ത്. ഹുബ്ലിയിൽ നിന്ന് 105 കിലോമീറ്ററും ബാംഗ്ലൂരിൽ നിന്ന് 510 കിലോമീറ്ററും മൈസൂരിൽ നിന്ന് ഏകദേശം 570 കിലോമീറ്ററും അകലെയാണ് ബദാമി. കഴിഞ്ഞ വീഡിയോയായ അഗഡിത്തോട്ടയുടെ സന്ദർശന ദിവസം വൈകിട്ട് ഹുബ്ലി ഓൾഡ് ബസ് സ്റ്റാൻഡിൽ നിന്നും ഇല്ലിക്കിലേക്കുള്ള ബസ് കയറിയിരുന്നു. അഗഡിത്തോട്ടയിൽ വെച്ച് ഒരു സുഹൃത്ത് പറഞ്ഞു തന്നതു പ്രകാരമാണ് ഇല്ലിക്കൽ ബസ് കയറിയത്. ഈ ബസ് ബദാമി വഴിയാണ് പോകുന്നത്. ബസ്സിൽ വെച്ച് 1-2 പേരെ നന്നായി പരിചയപ്പെട്ടെങ്കിലും അവർക്ക് ബദാമിയെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലായിരുന്നു. ഞാൻ അവിടെ എത്തിപ്പെടുന്ന സമയം താമസ സൗകര്യം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ അവർ സംശയം പ്രകടിപ്പിച്ചു. പരിചയപ്പെട്ട 2 പേരും അവരവരുടെ സ്റ്റോപ്പുകളിൽ ഇറങ്ങി. പക്ഷേ ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ സംശയങ്ങൾ അസ്ഥാനത്താണെന്ന് എനിക്ക് ബോധ്യമായി. ബസ് സ്റ്റാൻഡിന് സമീപത്തായി ഒരുപാട് ടൂറിസ്റ്റ് ഹോമുകൾ കാണാനിടവന്നു. ഹുബ്ലിയിൽ നിന്നും ഭക്ഷണം കഴിക്കാനെടുത്ത സമയം ഉൾപ്പെടെ ഏകദേശം 3 മണിക്കൂർ കൊണ്ടാണ് ബദാമിയിൽ എത്തിച്ചേർന്നത്. റൂമിനായി 2-3 ലോഡ്ജുകളിൽ കയറി ഇറങ്ങി. നമ്മൾ കയറി ചെല്ലുന്ന സമയം മുതൽ 24 മണിക്കൂർ സർവീസ് നൽകാൻ ഈ ലോഡ്ജുകാർ ഒന്നും തയ്യാറല്ല. വൈകിട്ട് 5 മണിയാവുമ്പോഴേക്കും വെക്കേറ്റ് ചെയ്യണം. ഒന്നുകൂടെ പരതി. സന്മാൻ ടൂറിസ്റ്റ് ഹോം. അവർ എനിക്ക് വൈകിട്ട് 8 മണി വരെ അനുവദിച്ചു തരാമെന്ന് പറഞ്ഞു. 5 മണിയാവുമ്പോഴേക്കും എൻ്റെ വൈകുന്നേരത്തെ ഷൂട്ടിംഗ് തീരില്ലെന്ന് ഉറപ്പാണ്. ചിലപ്പോൾ അത് 6:30 വരെ നീണ്ടുപോയേക്കാം. നല്ല വൃത്തിയുള്ള ഭേദപ്പെട്ട ലോഡ്ജ്. സ്റ്റാഫുകളും നല്ല പെരുമാറ്റമായിരുന്നു. മറ്റുള്ള ലോഡ്ജുകാർ കടുംപിടുത്തം പിടിക്കുന്ന വേളയിൽ ഇവർ കുറച്ചുകൂടി നല്ല അപ്രോച്ചിങ് ആയിരുന്നു. ഇനി ബദാമിയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും സന്ദർശിക്കുന്നുവെങ്കിൽ സന്മാൻ ടൂറിസ്റ്റ് ഹോം തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ബദാമി കേവ്സ്. ഈ പ്രദേശം ശരിക്കും നമ്മളെ ആശ്ചര്യം കൊള്ളിക്കും. കല്ലിൽ കൊത്തിവെച്ച കവിത. എത്ര വിദഗ്ധവും മനോഹരവുമായാണ് 1500 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ കലാകാരന്മാർ ഇവ കൊത്തിവെച്ചിരിക്കുന്നത്. ഇന്ത്യ ശരിക്കും അസാധ്യമായ കലാകാരന്മാരുടെ നാടു തന്നെയായിരുന്നു. ബദാമി കേവ് ടെമ്പിൾസ്. ജൈന, ബുദ്ധ, ഹിന്ദു സംസ്കാരങ്ങളുടെ ഗുഹാക്ഷേത്രങ്ങൾ. ഈ ഗുഹകളും ശില്പങ്ങളും പുരാതന മധ്യ ഇന്ത്യയിലെ കലാ ആരാധനയിലേക്ക് വെളിച്ചം വീശുന്നു. 6-ാം നൂറ്റാണ്ടിലെ ചാലൂക്യ വാസ്തുവിദ്യയ്ക്ക് ഒരു വലിയ മാതൃകയാണ് ബദാമി കേവ്സ്. പരസ്പരം അടുത്തിരിക്കുന്ന 4 ഗുഹകളാണ് പ്രധാനമായും കാണപ്പെടുന്നത്. കേവ് നമ്പർ 1 ശിവപ്രതിഷ്ഠ. ഡാൻസിംഗ് ശിവ അഥവാ നടരാജ.
ചുമരിനെയും സീലിംഗിലെയും കൊത്തുപണികൾ ഇപ്പോഴും കാഴ്ചയിൽ വളരെ ഫ്രഷ് ആയി അനുഭവപ്പെടുന്നു. കേവ് നമ്പർ 2. രണ്ടാമത്തെ ഗുഹ ഒന്നാമത്തെ ഗുഹയുമായി വളരെ സമാനമുള്ളതാണ്. പ്രതിഷ്ഠ വിഷ്ണു കൂടാതെ ബ്രഹ്മാവ്, വാമനൻ, ദുർഗ തുടങ്ങിയ നിരവധി കൊത്തുപണികൾ. കേവ് നമ്പർ 3. മൂന്നാമത്തെ ഗുഹയിൽ ശിവന്റെയും വിഷ്ണുവിന്റെയും പ്രതിഷ്ഠകൾ ചേർന്നതാണ്. അനന്തശയനം, വാസുദേവ, വരാഹ, നരസിംഹ, അർദ്ധവിഷ്ണു, അർദ്ധശിവ ചേർന്ന ഹരിഹര. ഏറ്റവും കൂടുതൽ ആകർഷണീയമായ കൊത്തുപണികൾ ഈ മൂന്നാമത്തെ ഗുഹയിലാണ്. മൂന്നാമത്തെ ഗുഹയുടെ നിർമ്മാണത്തിന് ഏകദേശം 12 വർഷങ്ങൾ എടുത്തുവെന്നാണ് ചരിത്രം പറയുന്നത്. കേവ് നമ്പർ 4. നാലാമത്തെ ഗുഹ ജൈനമതത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ജൈനമതത്തിലെ പാർശ്വനാഥ്, മഹാവീർ എന്നിവയുടെ വിഗ്രഹങ്ങളും 24 തീർത്ഥങ്കരുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. രാവിലെ 7 മണിയോടെ റൂമിൽ നിന്നിറങ്ങി. ടൂറിസ്റ്റ് ഹോമിൽ നിന്നും നടക്കാനുള്ള ദൂരം മാത്രം. ഏകദേശം 10 മിനിറ്റ് കൊണ്ട് ബദാമി കേവ്സിലേക്കുള്ള വഴിയിലേക്ക് പ്രവേശിച്ചു. ബദാമിയിലേക്കുള്ള വഴി എന്നെ ശരിക്കും ആശ്ചര്യപ്പെടുത്തി. ലോകപ്രശസ്തവും അതിസുന്ദരവുമായ ഒരിടത്തേക്ക് പ്രവേശിക്കുന്ന പ്രതീതി അല്പം പോലും ജനിപ്പിക്കാത്ത വഴിയോരങ്ങൾ. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ചേരിയിലൂടെ വേണം ബദാമി കേവ്സിലേക്ക് പ്രവേശിക്കാൻ. ആളുകൾ തങ്ങൾ അലക്കുന്ന വെള്ളവും മറ്റും വഴിയരികിലേക്ക് ഒഴുക്കിവിടുന്ന കാഴ്ച സങ്കടം തോന്നി. ഗവൺമെന്റ് എന്തുകൊണ്ട് ഇവരെ മറ്റൊരിടത്തേക്ക് മാറ്റി പാർപ്പിക്കുന്നില്ല? അതത്ര എളുപ്പമായിരിക്കില്ല. എന്നാലും കർണാടകയെ പോലെ ധാരാളം വാസസ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സംസ്ഥാനത്തിന് അതിന് സാധിക്കില്ലേ? ഇത് കേരളത്തിലായിരുന്നുവെങ്കിൽ ഈ ഇടത്തിന് ഇങ്ങനെയൊരു ഗതികേട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അധികാരികളും പൊതുജനങ്ങളും ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ബദാമി കേവ്സിനും അനുബന്ധ സ്മാരകങ്ങൾക്കും കുറച്ചുകൂടി ബഹുമാനം നൽകേണ്ടതുണ്ട്. അതേസമയം ബദാമിയും പരിസരവും നല്ല വൃത്തിയോടെ തന്നെയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സൂക്ഷിക്കുന്നത്. കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. 15 രൂപയാണ് പ്രവേശന ഫീസ്. വിദേശികൾക്ക് 200 രൂപയും. വീഡിയോ ക്യാമറയ്ക്ക് 25 രൂപ. ട്രൈപോഡ് യൂസ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള കേന്ദ്രങ്ങളിലെല്ലാം ട്രൈപോഡിന് വിലക്കുള്ളതാണ്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പ്രവേശന സമയം. രാവിലെ നേരത്തെ സന്ദർശിക്കുന്നത് തന്നെയാണ് ഉചിതം. ജനത്തിരക്കിൽ നിന്നും ചൂടിൽ നിന്നും നമുക്ക് രക്ഷ നേടാം. കുരങ്ങന്മാരുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് ഭക്ഷണം കൈവശം വയ്ക്കുമ്പോൾ സൂക്ഷിക്കണം. നാലാമത്തെ ഗുഹയുടെ മുൻവശത്ത് നിന്നും അഗസ്ത്യ തടാകത്തിന്റെയും ഭൂതനാഥ ക്ഷേത്രത്തിന്റെയും ദൃശ്യഭംഗി അവാച്യമാണ്. ഗുഹാ സന്ദർശനത്തിന് ശേഷം തടാകത്തിനരികിലൂടെ നടന്ന് മറുവശത്ത് എത്തിച്ചേർന്നാലും ഒരുപാട് മനോഹരമായ ദൃശ്യങ്ങൾ നമുക്കായി കാത്തിരിക്കും. മ്യൂസിയം, കോട്ട, ക്ഷേത്രങ്ങൾ തുടങ്ങി ചരിത്രങ്ങൾ ഉറങ്ങുന്ന നിരവധി കെട്ടിടങ്ങൾ. മ്യൂസിയത്തിന് മുൻവശത്തു കൂടെയുള്ള പാതയിലൂടെയാണ് ബദാമി നഗരത്തിലേക്ക് തിരിച്ചു വന്നത്. ബദാമിയിലേക്ക് പ്രവേശിച്ച വഴിയേക്കാളും കൂടുതൽ കുടുസായ വഴി, ആളുകൾ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ചേരികൾ. നമ്മൾ കാഴ്ച കണ്ടുവരുന്ന വിശിഷ്ടമായ ഈ സ്ഥലത്തിന്റെ സമീപത്തു തന്നെയാണ് ഈ ചേരിയെന്ന് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. നഗരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നിറയെ പോലീസുകാരും പട്ടാളവും ഒക്കെ നിറഞ്ഞ അന്തരീക്ഷം. എന്താണ് കാര്യമെന്ന് എനിക്ക് മനസ്സിലായില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഒരു ചെറിയ ഹോട്ടലിലേക്ക് കയറി. ഹോട്ടലുകാരനോട് അന്വേഷിച്ചപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. കർണാടകയുടെ നിലവിലെ മുഖ്യമന്ത്രിയായിരുന്ന സിദ്ധരാമയ്യർ നോമിനേഷൻ നൽകുന്ന ദിവസമാണ്. 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു മണ്ഡലം ബദാമിയാണ്. അതിന്റെ ബഹളമായിരുന്നു ഞാൻ കണ്ടത്.
ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുറത്തിറങ്ങുമ്പോഴേക്കും നഗരം വലിയ തിരക്കിലേക്ക് അമർന്നു കഴിഞ്ഞിരുന്നു. വൈകുന്നേരം മറ്റൊരിടം കൂടി ഷൂട്ട് ചെയ്ത് നാട്ടിലേക്ക് മടങ്ങാമെന്നാണ് കരുതിയത്. പക്ഷേ വൈകുന്നേരമായപ്പോഴേക്കും നഗരം ഭീകരമാം വിധം ആളുകളാൽ തിങ്ങി നിറഞ്ഞു. പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത വിധം. സിദ്ധരാമയ്യരുടെ നോമിനേഷൻ നൽകുന്നത് കാരണം ഒരു ദിനം കൂടി എനിക്ക് ബദാമിയിൽ തങ്ങേണ്ടി വന്നു. ഇന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും കാര്യങ്ങൾ ഒരുപാട് മാറിമറിഞ്ഞിരുന്നു. ഒരുപാട് നാടകീയ മുഹൂർത്തങ്ങൾക്ക് ശേഷം കർണാടക സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയായി JDSന്റെ കുമാരസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. വൈകുന്നേരം മാറ്റിവെച്ച ഷൂട്ടിംഗ് പിറ്റേന്ന് രാവിലെയാണ് ഞാൻ നടത്തിയത്. ആ ഷൂട്ട് ചെയ്ത വീഡിയോ ഇനി അടുത്ത തവണ നമുക്ക് കാണാം. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, സ്നേഹത്തോടെ പ്രസൂൺ ബാനർജി.